നമസ്കാരം. സമസ്തയ്ക്കും ലീഗിനും തലവേദനയായ ഉമർ ഫൈസി മുക്കം പുകഞ്ഞു പുറത്തേക്കെന്ന് സൂചന. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശം നടത്തി വിവാദത്തിൽ ചാടിയ ഉമർ ഫൈസി ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെയും അവഹേളിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഇതിൽ സമസ്തയ്ക്കുള്ളിൽ അമർഷം ശക്തമാവുകയാണ്. സമസ്ത മുഷാവറയിലെ പൊട്ടിത്തെറിയെന്നും അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതിനു പിന്നാലെ മുക്കം ഉമർ ഫൈസിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലീഗ് അനുകൂല വിഭാഗത്തിലെ പ്രമുഖനും SYS സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുസമദ് പൂക്കോട്ടൂരും രംഗത്ത് വന്നു. സമസ്തയിൽ അധ്യക്ഷൻ്റേത് അവസാന വാക്കാണെന്നും അതനുസരിക്കേണ്ടത് സമസ്ത അംഗങ്ങളുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത അധ്യക്ഷൻ യോഗത്തിൽ നിന്ന് പുറത്തു നിൽക്കാൻ പറഞ്ഞാൽ പുറത്തു നിൽക്കണം. ചർച്ചയ്ക്ക് ശേഷം എടുക്കുന്ന തീരുമാനത്തിനായി കാത്തിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മുക്കം ഉമർ ഫൈസി നടത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ ചൂണ്ടിക്കാട്ടി. അച്ചടക്ക ലംഘനം സംബന്ധിച്ച അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് മുഷാവറയാണ്. വേണ്ട തീരുമാനം മുഷാവറ എടുക്കുമെന്നും അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നാളിതുവരെ ഉണ്ടാകാത്ത അസാധാരണ സംഭവങ്ങളാണ് ബുധനാഴ്ച കോഴിക്കോട് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ നടന്നത്. മുഷാവറ അംഗങ്ങളെ കള്ളന്മാർ എന്ന് വിളിച്ച മുക്കം ഉമർ ഫൈസിയുടെ നിലപാടിൽ പ്രതിഷേധമുയർത്തി അധ്യക്ഷനായ ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഡോക്ടർ ബഹൌദ്ദീൻ നദ്വി അടക്കമുള്ള മുഷാവറ അംഗങ്ങളുമായും ഉമർ ഫൈസി കൊമ്പ് കോർത്തു. ഇതോടെ സമസ്ത വൈസ് പ്രസിഡന്റ് UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുകയായിരുന്നു. ഉമർ ഫൈസിയെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന് ലീഗ് അനുകൂല വിഭാഗം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ന്യായമായതിനാൽ ആരോപണ വിധേയൻ തൽക്കാലം യോഗത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന നിർദ്ദേശം ജിഫ്രി തങ്ങൾ മുന്നോട്ട് വെച്ചു. ഇത് ഉമർ ഫൈസി അംഗീകരിച്ചില്ല. ഇതിനു മുമ്പ് പല വ്യക്തികളെ സംബന്ധിച്ചും ചർച്ച ചെയ്തപ്പോൾ അവർ മാറി നിന്നിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉമർ ഫൈസി യോഗത്തിൽ തന്നെ ഇരുന്നത്. ഇതിനെതിരെ ഡോക്ടർ ബഹൌദ്ദീൻ നദ്വി രംഗത്ത് വന്നു. മലപ്പുറം എടവണ്ണപ്പാറയിൽ നടന്ന പൊതുയോഗത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ അപമാനിച്ച വിഷയം അദ്ദേഹം എടുത്തിട്ടു. വളരെ മോശം പരാമർശങ്ങൾ നടത്തുകയും ഉദ്ദേശിച്ചത് അങ്ങനെയല്ലെന്ന് പറയുകയും ചെയ്താൽ പ്രശ്നം തീരുമെന്ന് കരുതരുത്. അധ്യക്ഷന്റെ നിർദ്ദേശം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുകൂടി ബഹൌദ്ദീൻ നദ്വി പറഞ്ഞപ്പോൾ ഉമർ ഫൈസി ക്ഷുഭിതനായി. കള്ളന്മാരാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്നും അങ്ങനെയുള്ളവർ ഇവിടെ ഇരിക്കുമ്പോൾ താൻ പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ലെന്നും ഉമർ ഫൈസി പറഞ്ഞു. താൻ എന്താണ് മോഷ്ടിച്ചതെന്ന് ബഹൌദ്ദീൻ നദ്വി തിരിച്ചു ചോദിച്ചു. പബ്ലിസിറ്റിക്കായി പലരും കള്ളം പറയുകയാണെന്നായിരുന്നു ഉമർ ഫൈസിയുടെ മറുപടി. ഇതോടെ ഉമർ ഫൈസിക്കെതിരെ മുസ്തഫ ഫൈസി, മൂസക്കോയ മുസ്ലിയാർ, KT ഹംസ മുസ്ലിയാർ എന്നിവരടക്കം രംഗത്ത് വന്നു. ഇതോടെയാണ് ഞങ്ങളെയെല്ലാം കള്ളന്മാരാക്കിയ സാഹചര്യത്തിൽ യോഗത്തിൽ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത്. തുടർന്ന് വൈസ് പ്രസിഡന്റ് UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ സ്വലാത്ത് ചൊല്ലി യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചു. പുറത്തിറങ്ങിയ ജിഫ്രി തങ്ങൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഏതാനും ദിവസങ്ങൾക്കകം പ്രത്യേക മുഷാവറ ചേരുമെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സമസ്ത അധ്യക്ഷനെ പോലും അനുസരിക്കാത്ത ഉമർ ഫൈസിയുടെ നിലപാടിനെതിരെ ലീഗ് അനുകൂല വിഭാഗം ശക്തമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നത്. ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തിപ്പെടുത്താനാണ് അവരുടെ തീരുമാനം. സമസ്ത ആദർശ സംരക്ഷണ സമിതി ഉടൻ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സമവായ ചർച്ച അലസിയിരുന്നു. സമസ്ത മുസ്ലിം ലീഗ് നേതൃത്വം തിങ്കളാഴ്ച മലപ്പുറത്ത് വിളിച്ച യോഗത്തിൽ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കാത്തതാണ് അനുരഞ്ജന നീക്കങ്ങൾക്ക് തടസ്സമായത്. അതേസമയം അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള ലീഗ് അനുകൂല വിഭാഗം ചർച്ചയിൽ പങ്കെടുത്ത് പരാതികൾ എഴുതി നൽകി. ലീഗ് അനുകൂല വിഭാഗം ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടനയുണ്ടാക്കി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നേതൃത്വം അടിയന്തരമായി സമവായ ചർച്ച വിളിച്ചത്. നേതാക്കൾക്കിടയിൽ ഭിന്നത മറനീക്കിയതോടെ പ്രശ്നപരിഹാരത്തിന് സമസ്ത 5 അംഗ സമിതി ഉണ്ടാക്കുകയായിരുന്നു. സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ജിഫ്രി തങ്ങൾ, MD അബ്ദുള്ള മുസ്ലിയാർ, PP ഉമർ മുസ്ലിയാർ കൊയ്യോട് എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. ചില നേതാക്കളുടെ അസൗകര്യം കാരണമാണ് ഒരു വിഭാഗം ചർച്ചയിൽ പങ്കെടുക്കാത്തതെന്നും അവരെ കൂടി ഉൾപ്പെടുത്തി ഉടൻ ചർച്ച നടത്തുമെന്നും ആയിരുന്നു സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും യോഗശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്.